2 പടം ഡയറക്റ്റ് ചെയ്തു. വിറ്റ്നസ് എന്ന് പറയുന്ന സിനിമയുടെ കഥ. വിറ്റ്നസ് എന്ന് പറഞ്ഞ സിനിമ 2 പടം ഡയറക്റ്റ് ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു. അതിൽ അത് ഞാൻ ചോദിക്കില്ല, ഈ കഥ എന്ന കഥ എൻ്റെതാണ്. എൻ്റെ ക്ലൈമാക്സ് രൂപപ്പെടുത്തിയത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വിജി തമ്പിയും രഞ്ജിത്തും കൂടിയാണെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് വരെ എൻ്റെ കഥയാണത്. ഞാനും ജയറാമും കൂടി അഭിനയിക്കുന്നത്. വി ഹെൽപ്പ് എന്ന പേര് പിന്നെ പ്രസ്ഥാനങ്ങളുണ്ടായി. കുത്തിവെക്കാൻ കൊണ്ടുപോകും. അതെ, തങ്കമണി, പശു. പുതിയ കഥകളും എല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത്? അല്ല, സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കഥകൾ ഇതേപോലെയൊക്കെ. അല്ല, അതിനുശേഷം പിന്നെ ശ്രമിച്ചില്ല. ഒരു കഥയും കൂടി എഴുതി, ചാമ്പ്യൻ തോമസ്. അത് പരാജയപ്പെട്ടു. സാമ്പത്തികമായിട്ടൊന്നും വലിയ നല്ല കഥയായിരുന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് പറയല്ല. അത് ഒരു തെറ്റില്ലാത്തൊരു കഥയായിരുന്നു. പക്ഷേ അത് ആവിഷ്കരിച്ച രീതി ശരിയല്ല. ഒരു ക്ഷയരോഗിയായ ഒരുത്തൻ്റെ ദേഹത്ത് ഒരു അകാലത്തിൽ മരിച്ചുപോയ ഒരു സ്പോർട്സ്മാൻ്റെ ആത്മാവ് കയറുന്ന. അതെ, ഇപ്പോൾ ഈ ചുമച്ച് കിടന്നവരൊക്കെ 5 മണിക്ക് എഴുന്നേറ്റ് ഭയങ്കര ഓട്ടം. ഭാര്യയ്ക്ക് സംശയം ഇത് വട്ടാണോ എന്നുള്ളത്. ഇനി വട്ടായിരിക്കും. ഇയാളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ട് വൈദ്യരുടെ അടുത്തൊക്കെ. ഇയാൾ സ്മാർട്ട്. ചില സമയം ക്ഷയരോഗിയാവും. ആത്മാവ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇന്നലെ ഓടിയ ആളാണല്ലോ ഇപ്പം ഈ ഓട്ടം കാരണമായി ചുമ കൂടുന്നത്. ഇയാൾ ക്ഷയരോഗിയാണ്. ആത്മാവ് വരുമ്പോഴത്തേക്ക് ഇയാൾ കംപ്ലീറ്റ് കണ്ടമാന ഊർജ്ജസ്വലനാകും. അത് മറന്നു. ഇയാൾ ഓടിയ കാര്യമൊക്കെ മറന്നു. അതുകൊണ്ടാണ് പ്രാന്തെന്ന് വിചാരിക്കുന്നത്. കൊണ്ട് പ്രാന്താശുപത്രി ഇടും, ട്രീറ്റ്മെൻറ്റൊക്കെ. ഈ എങ്ങനെയാണ് ഈ സ്പോർട്സ്മാൻ മരിച്ചത് എന്നുള്ളതാണ് ആ കഥയുടെ അവസാനം. അപ്പോൾ ആ ആത്മാവ് ഈ ക്ഷയരോഗിയെ കൊണ്ട് പകരം വീട്ടുകാരുന്നു. അങ്ങനെ ഒരു കഥയായിരുന്നു. പക്ഷെ അത് നവാഗതനായ ഒരാളാണ്, റെക്സ് എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. എൻ്റെ സുഹൃത്തല്ല, പ്രിയദർശൻ്റെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു. 1-2 പ്രിയദർശൻ്റെ പടങ്ങളിൽ സഹസംവിധാനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കഥ എഴുതിയിട്ടില്ല.